ജ്യേഷ്ഠൻ ഒരു 3 സ്ഥലത്ത് ടിക്കറ്റൊക്കെ എടുത്ത് എനിക്ക് ആദ്യമേ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സാധാരണ അവിടെ ചെന്നാൽ മെൽബണിലൊക്കെ ചെന്നാൽ പോകാത്ത സ്ഥലങ്ങൾ അവിടെയൊക്കെ ജ്യേഷ്ഠൻ്റെ ടിക്കറ്റ് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയായിരുന്നു. ആലീസ് സ്പ്രിങ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സെൻട്രൽ പറഞ്ഞാൽ ഈ ഒരു ഭയങ്കര ഡെസർട്ട് പോലൊരു സ്ഥലമാണ് ഈ ഓസ്ട്രേലിയയുടെ എന്ന് പറഞ്ഞാൽ ഇത്രയും എടുത്ത് കഷണ്ടിയുള്ള ഒരാൾ ഇവിടെ ഇങ്ങനെ പൂട കളിക്കുന്നത് പോലെയാണ് ഈ ഓസ്ട്രേലിയ. നടുക്കൊന്നും ഒന്നുമില്ല. ഈ തീരപ്രദേശത്ത് മാത്രമാണ് മനുഷ്യർ താമസിക്കുന്നത്. വലിയൊരു കോണ്ടിനെൻ്റാണ്, ഇന്ത്യയെക്കാളും വലിയ ഒരു കോണ്ടിനെൻ്റാണ്. പക്ഷെ മനുഷ്യരെന്ന് പറയുന്നത് ഈ കേരളത്തിലുള്ള അത്രയും മനുഷ്യർ പോലും അവിടെ ഇല്ല. പക്ഷേ അവർ യഥാർത്ഥം ജീവിക്കാൻ പറ്റുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ കടൽ തീരത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തന്നെ കിഴക്ക് തെക്ക് ഭാഗങ്ങളായ ഏരിയയിലാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. പടിഞ്ഞാറ് നമ്മളെടുക്കുകയാണെങ്കിൽ പെർത്തെന്ന് പറയുന്ന ഒരു നഗരവും കുറച്ച് കൊച്ചു ടൗണും, മറ്റേ വടക്ക് വശം എന്ന് നമ്മൾ പറയുന്ന സ്ഥലം, ഓസ്ട്രേലിയയുടെ മുകൾ വശം എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് പറയുന്നത് ഡാർവിൻ എന്ന് പറയുന്ന ഒരു നഗരമേ ഉള്ളൂ. അല്ലാതൊക്കെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ബാക്കി ശരിക്കും ഈ തെക്ക് വശം എന്ന് പറയുന്ന ന്യൂസിലൻഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടസ്മേനിയ എന്ന് പറയുന്ന സ്ഥലമൊക്കെ ആയിട്ട് കിടക്കുന്നിടം തൊട്ട് മേലോട്ട് പോയി അങ്ങ് ക്യാൻബറ എന്ന് പറയുന്നിടം വരെയുള്ള സ്ഥലത്ത്. അപ്പോൾ അവിടെയൊക്കെയുള്ള അപ്പോൾ ഞാൻ സിഡ്നി എന്ന് പറയുന്നത് ഈ കടലിൻ്റെ തീരത്ത് ആ സൈഡിൽ കിടക്കുന്ന, അപ്പോൾ തെക്കേ അറ്റത്ത് കിടക്കുന്ന വശത്താണ് ഈ മെൽബൺ ഉള്ളത്. അപ്പോൾ അതൊക്കെ കടലിൻ്റെ തീരത്താണ്. അപ്പോൾ അവിടെ പോയി 2 ആഴ്ചയിൽ കൂടുതൽ ഞങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ആ സമയത്ത് ജ്യേഷ്ഠൻ്റെയും അനിയത്തിയുടെയും വീട്ടിൽ താമസിക്കുന്നത്. അവർ ഞങ്ങളെ ഡ്രൈവിന് അവർക്ക് ഫ്രീഡം ഉള്ളപ്പോഴെല്ലാം കൊണ്ടുപോകും. അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക്, പ്രത്യേകിച്ചും സഹോദരിയുടെ മകളുണ്ട് നിത്യ, അവിടെ എന്നെ ഡ്രൈവ് ചെയ്തിട്ട് അവിടുത്തെ ഈ മ്യൂസിയങ്ങളെല്ലാം കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യാത്ര. ഒപ്പം എൻ്റെ സ്വന്തം സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലും അല്ലാതെ എന്നെ അറിയാം. അന്ന് ഫേസ്ബുക്കേ ഉള്ളൂ. ഞാൻ ഇന്നിപ്പോൾ എന്താണ് യൂട്യൂബിലൊക്കെ സംസാരിച്ചിട്ടൊക്കെ അറിയുന്ന കാലമൊന്നും അല്ലെന്ന്. തീരെ ഈ ഫേസ്ബുക്കിലെ ഫോട്ടോഗ്രാഫിക് ബന്ധങ്ങളൊക്കെ ഉള്ള അങ്ങനെ പിന്നെ മലയാളികൾ എന്നെ നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കുറച്ച്, ഞാൻ അതിൻ്റെ താഴെ എഴുതുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ടൊക്കെ ഉണ്ടായ കുറേ ഫ്രണ്ട്സുണ്ട്. അപ്പോൾ അവർ വന്ന് എന്നെ ഡ്രൈവ് ചെയ്ത് കുറേ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പുതുതായി പരിചയപ്പെട്ട് അവർ പിന്നെ ഞാൻ കോട്ടയത്ത് പോയി, അവർ കോട്ടയത്തൊക്കെ താമസിച്ചിരുന്ന് അപ്പോൾ അവരെയൊക്കെ കാണുകയൊക്കെ ചെയ്ത്. അതേപോലെ ഒരു കൂട്ടുകാരൻ സിഡ്നിയിലുണ്ട്. അപ്പോൾ അയാൾ അവിടെ വെച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞ് സിഡ്നിയിലാണ് ഞാൻ അവിടെ വന്നാൽ കാണാം. അപ്പോൾ എൻ്റെ സഹോദരിയുടെ മരുമകൻ സിഡ്നി പോകുമ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ സിഡ്നിയിൽ നിന്ന് ഈ ജനലോവൻ കേവ്സ് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാലക്ടൈറ്റും ഒക്കെ ഉള്ള ഇങ്ങനെ ഉരുകി വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഉപ്പുതൂണുകൾ ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അണ്ടർഗ്രൗണ്ട് ഭൂമിക്കടിയിലുള്ള ഭയങ്കര കാഴ്ചയാണ്. ഞാൻ അതിൻ്റെ പടങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. അപ്പോഴാണ് ഒരാൾ എന്നോട് പറഞ്ഞ്, അയാൾ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടുമാണ്, പക്ഷേ അയാൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞ്, നിങ്ങൾ കാരണമാണ് ഞാൻ ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ അന്ന് വിട്ടു, ഞാൻ ഓർക്കുന്നതിനില്ല. ഇയാളെന്ന് ഞാൻ പറഞ്ഞ്, ഞാൻ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. അതൊരു 10 വർഷം മുമ്പാണ്. അന്ന് ഞാനിങ്ങനെ ഓസ്ട്രേലിയയിൽ പോകുന്നതിന് ഒരു ഇത് കിട്ടി അപ്പം നിങ്ങളിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങളോട് ചോദിച്ചാൽ ഒരു ധൈര്യം തരും എന്നൊക്കെ വിചാരിച്ചു അവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളെ സംസാരിക്കുന്നത് കേട്ട് ഞാൻ അന്ന് തന്നെ ഓസ്ട്രേലിയക്ക് പോരാനായിട്ട് തയ്യാറായിട്ട്, അല്ലെങ്കിൽ ഞാൻ പോകണ്ടെന്ന് തീരുമാനിച്ചായിരുന്നു. വിസ കിട്ടിയിട്ടും പോകണ്ടെന്ന് തീരുമാനിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞൊന്നും ഞാൻ ഓർക്കുന്നൊന്നുമില്ല. പക്ഷേ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുള്ള ഒരു കൂട്ടുകാരനാണ്, നല്ല തീറ്റിക്കാരനാണ്, നല്ല ഭക്ഷണമുള്ള ഒത്തിരി ഹോട്ടലിൽ എന്നെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ മേടിച്ച് തന്ന് അയാളുടെ വീട്ടിലുമൊക്കെ കൊണ്ടുപോയി. നല്ല അനുഭവമായിരുന്നു. അങ്ങനെ എൻ്റെ തന്നെ പരിചയക്കാരും, അത് കഴിഞ്ഞിട്ട് ജ്യേഷ്ഠൻ്റെ ക്ലിനിക്കിൽ ഞാനിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് വരാനായിട്ടൊരു കപ്പിള് ശ്രമിക്കുമ്പോൾ അവർ ജ്യേഷ്ഠൻ ഇന്ത്യക്കാരനാണെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ അവിടുത്തെ
മേയറായിട്ട് ഒക്കെ ഈ മെൽബൺ സിറ്റിയുടെ മേയറായിട്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ വന്നിങ്ങനെ ജ്യേഷ്ഠനടുത്ത് ഇന്ത്യയെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞ് അതിന് പറ്റിയ ഒരാളുണ്ട്, കേരളം മുഴുവൻ അറിയാവുന്ന, ഇന്ത്യയിലും അത് അയാൾ കേരളമാണ് ചൂസ് ചെയ്തത്, കേരളത്തിൽ വരുന്ന കേരളത്തിലൊക്കെ അറിയുന്ന ഒരുത്തൻ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്, അയാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ച്, തോംസൺ എന്നായിരുന്നു അയാളുടെ പേര്. അവിടെ പോയി അയാളെ കണ്ടു. എന്നേക്കാളും ഒരു 2 വയസ്സിന് മൂത്തതാണ്. അങ്ങനെ ഒരാൾ. അപ്പോൾ അയാളുടെ ഭാര്യ ഇല്ല, അവരെവിടെയോ പോയിരിക്കണം. അപ്പോൾ അയാൾ ഒറ്റയ്ക്കാണ്. കാര്യമൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ്, നിങ്ങളെന്തായാലും നിങ്ങളുടെ അടുത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എൻ്റെ കൂടെ വന്ന് എൻ്റെ ഫാം ഹൗസിൽ താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ റെഡിയാണ്. അങ്ങനെ അയാൾ അപ്പം ചേട്ടൻ പറഞ്ഞ്, ഇങ്ങനെ അപരിചിതരായ ഒരാൾ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ നീ അങ്ങ് പോവാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അപരിചിതരില്ല, എനിക്ക് അന്യരായിട്ട് ഞാൻ ആളുകളെ കാണാത്ത കാരണം കൊണ്ട് എനിക്ക് ആരുടെ കൂടെയും പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞ്, അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ആരെങ്കിലും വന്നിങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ അങ്ങ് പോകരുത്. ഞാൻ പറഞ്ഞു, അത് ഞാനങ്ങനെയല്ല ജീവിക്കുന്നത്, വേറെ രീതിയിലാണ് ഞാൻ ജീവിതം കാണുന്നത്, അതുകൊണ്ട് അത് ആലോചിക്കേണ്ട, ഞാൻ അവരുടെ കൂടെ പോവാണ്. അങ്ങനെ ആദ്യമായിട്ട് ട്രെയിനിലൊക്കെ കയറി. അവിടുത്തെ മറ്റേത് മെട്രോയ്ക്കകത്തുള്ള കൊച്ചു ട്രെയിനിൽ മാത്രമേ അതുവരെ കയറിയിട്ടുള്ളായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിൽ കയറി ഞാനൊരു സ്ഥലത്ത് ഇറങ്ങി. അയാൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളവിടെ ഒരു 3 ദിവസം അയാളുടെ കൂടെ അയാളുടെ ഫാം ഹൗസിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണമൊക്കെ വെച്ച് തന്നേനെ, പക്ഷെ അതൊന്നുമില്ല, നമുക്ക് ഹോട്ടലിൽ പോയി തിന്നാനേ പറ്റുള്ളൂ. എന്നിട്ട് ഞങ്ങളവിടെ ഹൈക്കിങ്ങിന് അവിടെ എല്ലാം ഞാൻ ഇതിൻ്റെ കോള ബെയറിൻ്റെ പടങ്ങളും അതുപോലെ തന്നെ ഈ രാവിലെ എണ്ണീറ്റാൽ നമ്മൾക്ക് കാങ്ക്രൂസ് വരും. അപ്പോൾ കാങ്ക്രൂവിനെ നമുക്ക് സത്യത്തിൽ നമ്മൾ കങ്കാരു എന്നാണ് പറയുന്നത്, അവർ കാങ്കുരു എന്നാണ് പറയുന്നത് കേട്ടോ, അത് മറക്കണ്ട. കാങ്കുരു എന്നാണ് അവിടെ ഉള്ളവരെല്ലാം പറയുന്നത്. മലയാളികളെല്ലാം കങ്കാരു എന്ന് പഠിച്ചുകൊണ്ട് ഞാനും കങ്കാരു എന്നായിരുന്നു. പക്ഷെ പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അവരത് കാങ്കുരു എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളതൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അയാളുമായിട്ട് ചേർന്ന് അവിടെ എല്ലാം നടന്ന് ഞാൻ മലകളിലൊക്കെ ഹൈക്ക് ചെയ്യാൻ പോയി. വലിയ മലകളൊന്നും അവിടെ ഇല്ല. ഈ ഓസ്ട്രേലിയയിലെ ഇല്ലാത്തതാണ് വലിയ മല, പൊക്കമുള്ള മലകളില്ല. അവർക്ക് സ്നോ വീഴുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷെ അതൊന്നും പൊക്കമുള്ള സ്ഥലമല്ല. അവിടെയെല്ലാം അയാളുടെ ഒപ്പം പോയി, ജ്യേഷ്ഠനും കൊണ്ടുപോയി. 2 പേരും ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പൊക്കമുള്ള മൗണ്ടനിൽ പോയി. പക്ഷേ ഞാൻ ചെല്ലുന്ന സമയത്ത് സ്നോ ഇല്ലാത്ത സമയമാണ്, അതുകൊണ്ട് സ്നോയൊന്നും ഞാൻ കണ്ടിട്ടില്ല. വല്ലപ്പോഴും സംഭവിക്കുന്ന വൈറ്റ് ക്രിസ്മസ് എന്നവർ പറയുന്ന വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു അനുഭവമാണ് അവർക്ക് അവിടെ സ്നോ വീഴുന്നതൊക്കെ. പക്ഷേ ആ സ്ഥലങ്ങളിലെല്ലാം യാത്ര പോവുകയും ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത, ഞാൻ ശരിക്ക് കണ്ടിട്ടില്ലാത്തത്, ഞാൻ ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് മറ്റേ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് ഈ ഓട്ടം സീസൺ എന്ന് പറയുന്നത് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് അവിടെ വെച്ചാണ് 1-2 കാഴ്ച ശരിക്കും നന്നായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതിന് ഫുൾ ഓട്ടം സീസൺ ആകുന്നതിന് മുമ്പേ അവിടെ നിന്ന് പോരേണ്ടി വരും. നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഓട്ടം സീസൺ ആരംഭിക്കുമ്പോഴാണ് ഞാൻ ഓസ്ട്രേലിയ എത്തുന്നത്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ഒരേ മരം തന്നെ മാറുന്നത്, ഈ 2 ആഴ്ച കൊണ്ട് തന്നെ നിറം മാറുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഓട്ടം കാണാനായിട്ട് പോയ അതിൻ്റെ പടമൊക്കെ ഇപ്പോഴും എൻ്റെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് കിടപ്പുണ്ട്. ഓട്ടം സീസൺ റിഫ്ലക്റ്റ് ചെയ്ത് ഈ തടാകത്തിന് എടുത്ത പടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു നല്ല അനുഭവമായിരുന്നു ഓട്ടം സീസണൊക്കെ കാണുന്നത്. അവിടുന്ന് ഓസ്ട്രേലിയ അതുപോലെയാണ് ഈ സെൻട്രലായിട്ടുള്ള ഈ മരുഭൂമിയുടെ നടുവിൽ ഒരു ഐലൻഡ് പോലാണ്, ഒയാസിസാണ് ആലീസ് സ്പ്രിങ് എന്ന് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ അബോർജിൻസ് ഉണ്ട്. ഓസ്ട്രേലിയയിലെ ആദിവാസികളെന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ അവരാണ് ആദ്യം ആഫ്രിക്കയിൽ നിന്ന് നേരിട്ട് ചെന്ന് കുടിയേറിയവരാണ്, ഇന്ത്യയിൽ കൂടെ പോയവരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരേറ്റവും കൂടുതൽ ഈ ആലീസ് സ്പ്രിങ്ങിലുണ്ട്. അപ്പോൾ അത് അത്ഭുതം തോന്നിപ്പോകുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് അവരവിടെ എത്തിച്ചേരണമെങ്കിൽ നടന്നേ പറ്റും. നമ്മളിന്ന് പ്ലെയിനിൽ
എൻ്റെ ഒരു 5 മണിക്കൂറെങ്കിലും മെൽബണിൽ നിന്നൊക്കെ പറന്നാലാണ് നമ്മൾ ഈ ആലിസ് സ്പ്രിങ്ങിലെത്തുന്നത്. 5 മണിക്കൂർ പറക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ അപ്പുറത്തെത്തുന്ന പോലെ. ഇന്ത്യയിലെ ഏറ്റവും ദൂരം എന്ന് പറയുന്നത് 4 മണിക്കൂറേ ഉള്ളൂ. അതിൽ കൂടുതൽ പറന്നിട്ടാണ് നമ്മൾ ആലിസ് സ്പ്രിങ്ങിലെത്തുന്നത്. ഓസ്ട്രേലിയയിലെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം 7 മണിക്കൂർ വരെ പറക്കേണ്ടതുണ്ട്. അപ്പോൾ ഭയങ്കര ദൂരമാണ്. അത് മുഴുവൻ ഉപ്പ് ഡെസർട്ടാണ്, സാൾട്ട് ഡെസർട്ടാണ് ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. മണ്ണിനടിയിൽ നിന്ന് ഉപ്പ് പൊങ്ങി പരന്ന് കിടക്കുന്ന നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ പടങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതാണ് പ്ലെയിനിൽ നിന്നിരുന്നു. അപ്പോൾ ഈ ആലിസ് സ്പ്രിങ്ങിൽ അവർ അബോറിജിൻസ് ഉണ്ട്, വലിയൊരു കോളനിയാണ് അവർ. അപ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ അവരെങ്ങനെയാണ് ഈ ഉപ്പ് താണ്ടി അവിടെ എത്തിയതെന്ന് നമുക്കൊരു ഇമാജിനേഷൻ എളുപ്പമല്ല. അത്രയും വലിയ ഡിസ്റ്റൻസാണ്. എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് മൈലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 1500 കിലോമീറ്ററെങ്കിലും നടന്നിട്ടായിരിക്കണം അവരെത്തി. പക്ഷെ അതുവരെ എന്ത് കഴിച്ച് എങ്ങനെയാണ് അവർ ജീവിച്ചതെന്നൊക്കെ നമുക്ക് സത്യത്തിൽ ആലോചിക്കാൻ പറ്റത്തില്ല. താഴോട്ട് നോക്കിയാൽ പല്ലി പോലും ജീവനോടിരിക്കുമെന്ന് തോന്നത്തില്ല. നമ്മൾ ഈ ലിസാർഡ്സ് എന്ന് പറയുന്നതൊക്കെ അതിനൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ മനുഷ്യരവിടെ എത്തത്തില്ലല്ലോ. ചെടികളൊക്കെ തീരെ ഭയങ്കര ഹോസ്റ്റൈലായിട്ടുള്ള ഒരു രാജ്യമാണത്. ജീവികൾക്ക് ഹോസ്റ്റൈലാണ്, മനുഷ്യർക്ക് മാത്രമല്ല. പക്ഷേ അവിടെ അത്രയും ഹോസ്റ്റൈലായ സ്ഥലങ്ങളിൽ ജീവികൾ ജീവിച്ചിട്ടാണ് ഒറ്റപ്പെട്ടു പോയ ഒരു കോണ്ടിനെൻ്റാണ്. ആഫ്രിക്കയുടെ അവിടെ നിന്ന് യാത്ര ചെയ്ത് എത്തിയതാണ് ഈ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ വർഷത്തിൽ 2 ഇഞ്ച് വടക്ക് കിഴക്കായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കോണ്ടിനെൻ്റാണ്. 2 ഇഞ്ച് നീങ്ങും. അപ്പോൾ അങ്ങനെ ലക്ഷക്കണക്കിന് വർഷം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഓസ്ട്രേലിയ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അന്ന് ആഫ്രിക്കയായിട്ട് ചേർന്ന് നിന്നിരുന്ന സമയത്ത് അവിടുന്ന് ഇന്ത്യ യാത്ര ചെയ്ത് വന്നാണ് ഏഷ്യയിൽ മുട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് ഹിമാലയം ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഓസ്ട്രേലിയയുടെയും ആഫ്രിക്കയുടെ അടുത്തുനിന്ന് അകന്നു പോയതാണ് ഇന്ത്യ. പക്ഷേ ഓസ്ട്രേലിയ ഒറ്റപ്പെട്ട് കിടക്കുന്ന കാരണം കൊണ്ട്, ഏഷ്യയിൽ വന്ന് മുട്ടിയത് കാരണം കൊണ്ട് ഏഷ്യയിലുള്ള ഭൂഖണ്ഡത്തിലുള്ള ജീവികളും ഇന്ത്യയിലുള്ള ജീവികളും തമ്മിൽ ചേരുന്നുണ്ട്. അതേസമയത്ത് ഒരു സ്ഥലവുമായി മുട്ടാതെ കടന്നു പോയ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് വർഷം ഒറ്റപ്പെട്ടു പോയ ഒരു കോണ്ടിനെൻ്റാണ്. അതുകൊണ്ടാണ് ഈ കാങ്കുരു എന്ന് പറയുന്നത്, പിന്നെ ഈ കോള എന്ന് പറയുന്നത്, പ്ലാക്ടിപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കാണാൻ എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന സസ്തന ജീവി. അതിന് ചുണ്ട്, ഡക്കിൻ്റെ കൂട്ടുള്ള ചുണ്ട്, നമ്മൾ എവല്യൂഷൻ മുഴുവനും കൂടെ ഒന്നിച്ച് നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും അവിടെ ഈ ജീവികളിലൊക്കെ. അപ്പോൾ അവിടുത്തെ ഈ സൂവിനകത്തും അതുപോലെ തന്നെ മ്യൂസിയത്തിലൊക്കെ നമ്മൾ പോയി ഇങ്ങനെ കണ്ടാൽ നമുക്ക് ഒരു തരത്തിലും മനസ്സിലാകാത്ത തരത്തിലുള്ള എന്തെല്ലാം ഫോസിലുകളും എന്തെല്ലാം തരത്തിലെ ജീവികളും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നതെന്നറിയാം. അതിൻ്റെയൊക്കെ ഭയങ്കര കാഴ്ചയാണ്. അത് വേറൊരു രാജ്യം തന്നെയാണ് അത്. ശരിക്കും അങ്ങനെ കാണാൻ പോകണം, രാജ്യം കാണാൻ പോകണം. നമ്മൾ ആളുകളുടെ കൂടെ ജീവിക്കാൻ പോകുന്നതല്ല. രാജ്യം കാണാൻ പോയാൽ വളരെ വ്യത്യസ്തമായ ഒരു രാജ്യവും അവിടെ നിന്നാണ് നമ്മൾ ഈ യൂക്കാലിപ്റ്റസും ഈ അക്കേഷ്യ ഈ തരത്തിലുള്ള മാഞ്ചിയും ഒക്കെ ഉണങ്ങിയ സ്ഥലത്ത് ജീവിക്കാൻ പഠിച്ച, വെള്ളമില്ലാത്ത സ്ഥലത്ത് ജീവിക്കാൻ പഠിച്ച സകല മരവും ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര ഡിഫറൻ്റാണ് ആ ഭൂവിഭാഗം കാണാൻ. അതുപോലെ ഈ ജീവികൾ മുഴുവൻ ഓസ്ട്രേലിയയിലെ ആ നിലവാരത്തിൽ എക്സ്പ്ലോർ ചെയ്യാണ്. അവിടെ റാബിറ്റ് ഫെൻസ് എന്ന് പറഞ്ഞിട്ട് ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർ ചെന്നിട്ട് മുയലിനെ കൊണ്ടുപോയി. അതാണ് അവിടെ അതിനെ തിന്നുന്ന നാച്ചുറൽ പെർഡേറ്റർ ഇല്ലാത്ത ഒരു മുയലങ്ങ് ആ പ്രദേശം മുഴുവൻ ഉണ്ടായി. എന്നിട്ട് അവിടെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാതായി. എന്നിട്ട് ഈ അവർ കൊണ്ടുപോയ മുയലിനെ കയറാതിരിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയുടെ ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂല വരെ എന്ന് പറയാവുന്ന നിലവാരത്തിൽ റാബിറ്റിനെ ഇപ്പുറത്തോട്ട് കയറാത്ത നിലവാരത്തിൽ ഫെൻസ് ഉണ്ടാക്കാൻ ബാധ്യത വന്നുപോയ ഒരു രാജ്യമാണത്. അതുപോലെ തന്നെയാണ് അവിടെ ഇതുപോലെ ആടില്ലാതിരുന്ന സ്ഥലത്ത്. അതുപോലെ തന്നെ പട്ടി, അവിടുത്തെ നാച്ചുറലായ പട്ടിയാണോ, അവിടെ ഒരു പട്ടിയുണ്ട്, പക്ഷേ ആ പട്ടി ഇതുപോലെ കൊണ്ടുവന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് വ്യക്തതയില്ല. അതുപോലുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്ത മനുഷ്യരെ കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ജീവികൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ, യഥാർത്ഥത്തിൽ ഇക്കോളജിക്കലായ പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓസ്ട്രേലിയ അതിൻ്റെ ഒരു മ്യൂസിയമാണ്.
മനുഷ്യരിടപെട്ടിട്ട് പലതരത്തിൽ 86 വരെ ഓസ്ട്രേലിയ നിങ്ങൾക്ക് പോയി ഏതെങ്കിലും ഒരു പ്രദേശം, ആരുടെയും അല്ലാത്ത ഒരു പ്രദേശം പോയി കാടെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കാമെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ട് തരുമായിരുന്നു. 86 ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഒരു കാട് വെട്ടിക്കൂടാന്ന്. ഭൂമധ്യരേഖയുടെ തെക്കേ വശത്ത് കിടക്കുന്ന സ്ഥലത്താണ് മനുഷ്യർ ഏറ്റവും കൂടുതലുള്ളത്. അവിടുത്തെ സീസൺ എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഈ പറയുന്ന സീസണൊക്കെ വളരെ കൃത്യമായിട്ട് വരികയും മൺസൂൺ എന്ന് പറയുന്നത് എല്ലാ വർഷവും കറക്റ്റായിട്ട് വരികയൊക്കെ ചെയ്യുന്ന പോലെയല്ല ഈ വടക്കൻ പ്രദേശത്ത് കിടക്കുന്ന ഭൂമികളിൽ. അത് ഭയങ്കര ഡിഫറെൻ്റാണ് ക്ലൈമറ്റ്. പക്ഷേ ഇത് അറിഞ്ഞുകൂടാതെ ആദ്യം ഈ ബ്രിട്ടീഷുകാരവിടെ പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഭയങ്കര മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ പ്രത്യേകിച്ച് ആ ടസ്മേനിയ എന്ന് പറയുന്നത് വലിയൊരു കാട് പ്രദേശമായിരുന്നു. അപ്പോൾ ഈ താഴെ അറ്റത്തൊക്കെ പിടിച്ചാൽ പറ്റാത്ത നിലവാരത്തിലുള്ള വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ച് അവർ സ്വാഭാവികമായിട്ട് ഇംഗ്ലണ്ടിൽ തടി കൊണ്ടുവന്ന് വെക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ തടി മുറിച്ചുകൊണ്ട് പോയതുപോലെ അവിടുത്തെ തടിയെല്ലാം മുറിച്ച് അവിടെ വയ്ക്കുകയും എല്ലാം ചെയ്ത് 1986 ശരിക്കും ഇക്കോളജിക്കലായിട്ടുള്ള അറിവൊക്കെ ഉണ്ടായപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് മഴയെന്ന് പറയുന്നത് 5 കൊല്ലം മഴ പെയ്യുക, 5 കൊല്ലം അടുത്ത 10 കൊല്ലം മഴ പെയ്യാതിരിക്കുക, അങ്ങനത്തെ സ്ഥലമാണ്. ഇപ്പോൾ മഴ വളരെ റെയറാണ്. അല്ലാതെ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന കാലം ഉണ്ടാകും. എന്നും എന്താണ് ഈ ഫോഗ് വന്ന് മൂടും. കാരണം ഈ ചൂടുള്ള ഡെസർട്ട് പോലെ നിൽക്കുന്ന സ്ഥലമാണ് ഭൂമിയുടെ മേൽവശം. അവിടുന്ന് കാറ്റടിച്ചാൽ നേരെ പോകുന്നത് അന്റാർട്ടിക്കയിൽ നിന്ന് വരുന്ന കാറ്റിലാണ്. എന്നിട്ട് എപ്പോഴും ഈ 2 തരത്തിലെ ക്ലൈമറ്റ് ഒന്നിച്ച് ചേർന്നിട്ട് വലിയ ഫോഗുകളുണ്ടാകും. അപ്പം ഒരു ദിവസം മുഴുവൻ ഒന്നും കാണാൻ പറ്റാത്ത നിലവാരത്തിലുള്ള ഫോഗ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ ഓസ്ട്രേലിയയുടെ തെക്ക് വശം എന്ന് പറയുന്ന ഈ മെൽബൺ ഭാഗമൊക്കെ. അത്ഭുതം തോന്നുന്ന നിലവാരത്തിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ ചൂട് 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് അനുഭവിക്കുമ്പോൾ നമ്മുടെ കടലിലോട്ട് ഇറങ്ങിയാൽ ഫ്രീസ് ചെയ്യുന്ന പോലെ തണുപ്പാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് അനുഭവിക്കേണ്ടത്. കാരണം ഈ അന്റാർട്ടിക്ക അടുത്ത് കിടക്കുന്ന കാരണം കൊണ്ട് അവിടുന്ന് ഒഴുകി വരുന്ന തണുത്ത വെള്ളം ഇവിടെ മുകളിൽ കണ്ണെത്താത്ത ദൂരത്ത് ഉപ്പ് ഡെസർട്ടും, ഈ 2 ക്ലൈമറ്റും കൂടെ ചേരുന്ന തരത്തിലുള്ള ക്ലൈമറ്റ്. ഇതൊന്നും സത്യത്തിൽ മനുഷ്യർക്ക് അറിയുന്ന. ചില സമയത്ത് മഴകളൊക്കെ ഇഷ്ടംപോലെ പെയ്യും, എല്ലാം കിളിക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഈ ചെല്ലുന്ന സമയത്ത് എന്നെ അതിന് മുമ്പ് 2 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ 2010 ആ സമയത്താണ് പോകുന്നത്. അവിടെ എന്താണ് വെള്ളം റേഷൻ ചെയ്യുന്നിടത്തെത്തിയായിരുന്നു. അവിടെ 2 തരത്തിലെ പൈപ്പിലാണ് ഈ നനയ്ക്കാനുള്ള വെള്ളം എന്ന് പറയുന്നത്. ഡേർട്ടി വെള്ളം, അവർ ഉപയോഗിച്ച വെള്ളം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുന്ന വെള്ളം അതൊന്ന്. അല്ലാതെ ഈ കുളിക്കാനും നനയ്ക്കാനുള്ള വെള്ളം എടുത്ത് നമ്മളിവിടെ ചെടിക്കൊക്കെ ഒഴിക്കുന്ന പോലെ ചെയ്ത് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അത് വേറെ പൈപ്പിൽ തന്നെ വരും, വേറെ വെള്ളമാണ്. അതേപോലെ തന്നെ കാറൊന്നും കഴുകാനായിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൂടാ. വളരെ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ ചെല്ലുന്ന സമയത്ത് മഴയൊക്കെ വരുന്ന സമയമായി മാറിയായിരുന്നു. അപ്പോൾ വളരെ ഇറാറ്റിക്കായ ക്ലൈമറ്റുള്ള 100 വർഷം മഴ പെയ്താൽ 100 വർഷം മഴ പെയ്യാതെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലുള്ള വളരെ ഡിഫറെൻ്റായ ക്ലൈമറ്റിൽ എത്തിച്ചേർന്നാൽ മനുഷ്യർ സർവേ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതറിയാതെ നമ്മൾ അവർ ചെയ്തു പോയ പറഞ്ഞാൽ അവിടെ ചെന്നാൽ ഏതെങ്കിലും ഒരു പ്രദേശം വെട്ടിവെളുപ്പിച്ച് നിങ്ങൾക്ക് കൃഷി സ്ഥലമാക്കിയാൽ അതിന് സബ്സിഡീസ് ഒക്കെ തന്ന്, കാരണം ആളുകൾ ചെന്ന് താമസിക്കാൻ വേണ്ടി എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്ന സ്ഥലമായിരുന്നു ഓസ്ട്രേലിയ. ഇപ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്. ഈ സംഭവമൊക്കെ മനസ്സിലായപ്പോൾ ഉള്ള ആൾ കൊണ്ട് ഓണം പോലെ കഴിയുന്നതാണ് നല്ലതെന്നൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റേ അങ്ങനെയല്ല, ആർക്കും പോകാം, ചെന്നാൽ മതി. ഇൻവൈറ്റ് ചെയ്യുന്ന സ്ഥലമായിട്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഓസ്ട്രേലിയയിലേക്ക് നാട് കടത്തുക ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാരിട്ടിരുന്ന സ്ഥലമാണത്, മറക്കരുത് അതൊക്കെ. അങ്ങനെ കഴിഞ്ഞിട്ട് ഉണ്ടായ വികാസമാണ് നമ്മളിപ്പോൾ കാണുന്ന ഓസ്ട്രേലിയ. അപ്പോൾ അവിടെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഞാൻ ഈ ആലിസ് സ്പ്രിങ്ങിൽ പോയി. അത്ഭുതം തോന്നുന്ന നിലവാരത്തിലാണ്. ഈ ഉപ്പ് ഡെസർട്ടിൻ്റെ നടുവിൽ ഒരു ഒയാസിസാണ്. ഭയങ്കര ഡിഫറെൻ്റായിട്ട് എല്ലാം ഉണ്ട്. അവിടെ ഈ ആദിവാസികൾ ആയിരിക്കുന്ന അബോറിജിൻസ് അവിടെ വളരെ വലിയൊരു സംഖ്യയുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്നവരായിട്ടുള്ള ആളുകളാണെങ്കിൽ അപ്പോൾ എന്നെ അവർ സാധാരണഗതിയിൽ വെള്ളക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ മടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇംഗ്ലീഷ് പറയുന്ന ഇംഗ്ലീഷുകാരുമായിട്ട് ബന്ധമുണ്ടാകുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. 2 തരത്തിൽ ശരിക്കും അബോറിജിൻസായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നവരും അങ്ങനെ അല്ലാത്തവരുമായ വലിയ ഡിവിഷനുണ്ട്. അത് വലിയൊരു
ഒരു ഇഷ്യൂ ആണ്. അവിടുത്തെ ആ ഇൻ്റഗ്രേഷൻ, ഈ അബോറിജിൻസും അവിടുത്തെ ജനങ്ങൾ കുടിയേറ്റക്കാരായ ബ്രിട്ടീഷുകാരും ഒക്കെ ആയിട്ട് ചേർന്ന് പോവുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രോബ്ലം അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പം ആ മേഖലകളിലുള്ള ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരുമായിട്ടൊക്കെ അവിടെ പരിചയപ്പെട്ടവരുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ അവരുടെ പടമൊക്കെ എടുക്കാൻ മടിച്ച്. കാരണം അവർ പടം എടുക്കുമ്പോൾ അവർക്ക് അവരെ ഒബ്ജക്റ്റാക്കി മാറ്റുന്നു എന്ന് പറയുന്ന നിലവാരത്തിൽ അതുകൊണ്ട് പടം എടുക്കാനൊക്കെ ഞാൻ ചെയ്തേയില്ല. രഹസ്യമായിട്ട് പോലും എടുത്തില്ല. ആകെപ്പാടെ സിഡ്നിയിൽ അവിടെ ഡ്രാമ കളിച്ചിരുന്നവരെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അല്ലാതെ അബോറിജിൻസിൻ്റെ പടമൊന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് അയേഴ്സ് റോക്ക് എന്ന് പറയുന്ന അവർ അയേഴ്സ് റോക്ക് എന്നല്ല അവർ പറയുന്നത്, അതിൻ്റെ പേര് മറന്നുപോയല്ലേ. അതൊരു ചുവന്ന കല്ലാണ്, ഭയങ്കര ഒരു പാറയാണ്. അതിൻ്റെ പഴയ പേര് അയേഴ്സ് ഉളരു എന്നാണ് അബോറിജിൻസ് വിളിക്കുന്നത്. അപ്പോൾ ഉളരു, അപ്പോൾ അതിൻ്റെ മുകളിൽ അത് സേക്രഡായ പാറയാണ്, കയറരുത്. അന്നൊക്കെ ഞാൻ ചെല്ലുമ്പോൾ കയറാനൊക്കെ പറ്റും. അവർ നമ്മുടെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അവരെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സേക്രഡ് മൗണ്ടനിൽ കയറരുത് എന്ന് പറയുന്നവരും, അതായത് ഇപ്പോൾ നമുക്ക് സേക്രഡിറ്റി ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നവർക്ക് കയറുകയും ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലായിരുന്നു അന്ന്. ഇപ്പോൾ അവർ എല്ലാം അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കും അതിൻ്റെ മുകളിൽ കയറാൻ പറ്റത്തില്ല. ആ പാറ എനിക്ക് അത് കണ്ടാലേ ഓസ്ട്രേലിയയുടെ നടുവിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ ആകാശത്തുനിന്ന് വീണതാകാനാണ് ഒരു സാധ്യത. പക്ഷെ വീണതാണെന്ന് ആലോചിക്കാൻ പറ്റത്തില്ല, അത്ര വലുതാണ്. അത്രയും വലിയ, ഞാൻ ഈ ഭൂമിയിലോട്ട് വരുമ്പോൾ കരിഞ്ഞു പോയി. പക്ഷെ അവരത് ആകാശത്തുനിന്ന് വന്നെന്നുള്ള കഥയൊക്കെയാണ് ഈ അബോറിജിൻസിനുള്ളത്. അത് അങ്ങനെ വേണം. കാരണം അതിൻ്റെ വേറൊരു കഷ്ണവും കാണുന്നില്ലേ. പക്ഷേ ഞാനതിൻ്റെ ജിയോളജി ഒന്ന് വായിക്കാനും പഠിക്കാനും ശ്രമിച്ചില്ല ഇതുവരെ. അത് അറിയാനായിട്ട് അതിൻ്റെ ഒന്ന് നോക്കാവുന്നതാണ്. ഒരു ജിയോളജിക്കൽ മിസ്റ്ററി വല്ലതും ഉണ്ടോ, ആകാശത്തുനിന്ന് വീണതല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒന്ന് നോക്കാവുന്ന ഒരു പ്രത്യേക ഇതാണ്. പല നിറങ്ങൾ വരും ഈ വെയിലടിക്കുന്ന സമയത്ത്. രാവിലെ നിറം, ഉച്ചയ്ക്ക് നിറം, വൈകുന്നേരം വേറെ നിറം, ഇങ്ങനെ ഞാൻ അതിൻ്റെ എല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഇതുപോലെ 400 കിലോമീറ്ററോളം, 400 കിലോമീറ്റർ അവിടെ 400 മൈലോളം യാത്ര ചെയ്താണ് ഈ ആലിസ് സ്പ്രിങ്ങിൽ നിന്ന് പോയാണ് നമ്മൾ ഈ പാറ കാണുകയൊക്കെ ചെയ്യുന്നത്. അവിടെ രാത്രിയിൽ ടെൻറ്റിലൊക്കെ കഴിയുക. അവിടെ ചെന്നപ്പോഴാണ് സകല നക്ഷത്രവും നമുക്ക് രാത്രി കിടന്നാൽ ഈ മിൽക്കി വേയിലുള്ള മുഴുവൻ നക്ഷത്രവും വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം തീരെ എനിക്ക് തോന്നുന്നു ഡസ്റ്റൊക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആ പോയ സമയത്തിൻ്റെ കൊണ്ടായിരിക്കണം. എന്തായാലും ഡസ്റ്റ് തീരെ കുറവുള്ള കാലമായിരുന്നു. വളരെ ക്ലാരിറ്റിയോടെ പടം എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. എനിക്ക് ആകാശത്തിൻ്റെ പടം വ്യക്തമായിട്ട് എടുക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഞാൻ എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് പരാജയപ്പെട്ടു പോയത്. അതിന് ഒരു എത്ര മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള അറിവ് വേണം. പിൽക്കാലത്ത് ബാലൻ മാധവൻ പറയുമ്പോഴാണ് അത്രയൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പടം എടുക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ഞാൻ പിന്നെ കാണുന്നുണ്ട്. എങ്കിലും നല്ല നൈറ്റുകളൊക്കെ ആയിരുന്നു അനുഭവിച്ചത്. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് 2 ആഴ്ചയോ 3 ആഴ്ചയോ എടുത്ത് ഞങ്ങൾ തിരിച്ച് സിംഗപ്പൂർ വഴി തന്നെ വന്ന് നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യാത്ര അമ്മയായിട്ട് ചെയ്യുന്നത് വന്ന എനിക്ക് തോന്നുന്നു 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഗൾഫിലുള്ളവർ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. ഗൾഫിലെ അമ്മയുടെ കസിൻ്റെ മകള് ആണ് അത് മുൻകൈ എടുത്തത്. പിന്നെ സഹോദരി ഓസ്ട്രേലിയയിലുണ്ടായിരുന്ന അവളുടെ ടിക്കറ്റൊക്കെ മേടിച്ച് അവരും അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് അവരിപ്പോൾ ഈ സഹോദരി ഗൾഫിലായിരുന്നു ഒരു 10-15 വർഷത്തോളം എനിക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. അതിന് ശേഷമാണ് അവർ ഓസ്ട്രേലിയയിൽ പോയി താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഒരു കമ്മിങ് ഹോം എന്ന് തോന്നുന്ന കാര്യത്തിൽ അവിടുത്തെ ദുബായിലെ ആൾക്കാരെ എല്ലാം അറിയുന്ന കാരണം കൊണ്ട് അവളും വരും. അങ്ങനെ ഈ സഹോദരിയും മകളും കൂടെ വരും. അവരുടെ കുഞ്ഞൊക്കെ ഉണ്ടാകും. അപ്പം ഞങ്ങളവിടെ ഗൾഫിലോട്ട് എത്തിയാൽ മതി. അപ്പോൾ ഞാനും അമ്മയും കൂടെ അവിടെ പോയി. അവിടെ ചെല്ലുമ്പോൾ ഈ അമ്മയുടെ കസിൻ്റെ മകളാണ് മീര.
അവർ ഡോക്ടറാണ്, അവളുടെ വിവാഹം കഴിച്ചത് സണ്ണി എന്ന് പറയുന്ന ഡോക്ടറാണ്. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഉണ്ട്. അവരുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുകയൊക്കെ ചെയ്തത്. അവിടെ പോയി മീരയുടെ കൂടെ താമസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ബന്ധുക്കളായ, എൻ്റെയും ബന്ധുക്കളായ ഗൾഫിലുള്ള എനിക്ക് തോന്നുന്ന ഒരു 10-40 പേര് ഒന്നിച്ചവിടെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്കൊരു ഔട്ട് ഓഫ് കേരള ഒരു വലിയ ബന്ധു കൂട്ടം ആദ്യമായിട്ടുണ്ട്. ഒത്തിരി പേര് വന്നു. പിന്നെ എൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരായിരുന്നു, അമ്മയെ കാണാൻ വന്നവരായിരുന്നു അവിടെ വന്നത്. എൻ്റെ സുഹൃത്തുക്കളായിരുന്നവരുമായിട്ട് ഞാൻ അവിടുന്ന് പോയി വേറെ താമസിക്കുകയും കാണുകയും അവരുടെ കൂടെ ഡെസർട്ടിലെ പടങ്ങൾ എടുക്കാൻ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒമാനിൽ പോയി ഡെസർട്ടിലെ പടം എടുത്തെങ്കിലും ഫോട്ടോഗ്രാഫിക് വാല്യൂ ഉള്ള നിലവാരത്തിലെ നല്ല പടങ്ങൾ അതിരാവിലെ 5 മണിക്ക് മുമ്പ് എന്നെയും കൊണ്ട് കൂട്ടുകാരായ ഫോട്ടോഗ്രാഫേഴ്സ് കൊണ്ടുപോയായിരുന്നു. അവിടെ കൊണ്ടുപോയി അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കൊതി തീരുന്ന അത്രയും പടങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡെസർട്ടിൻ്റെ പല ഷെയ്ഡ്സിൽ ക്യാമറയിൽ പടം എടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞായിരുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു അനുഭവമായിരുന്നു ആ ഡെസർട്ടിൽ ജീവിക്കുകയല്ല, ഡെസർട്ടിലെ പടം എടുത്തത്. അത് കഴിഞ്ഞ് ഒരു ഗ്യാതറിങ് നമ്മൾ അവിടുത്തെ എല്ലാവരും വന്ന് കാണുകയൊക്കെ ചെയ്യും. അബുദാബിയിലുമൊക്കെ അമ്മയുടെ കസിൻസിൻ്റെ സഹോദരൻ്റെ മകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വന്ന് നല്ല ഒരു ഗ്യാതറിങ്. എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞാൻ തിരിച്ചു പോയാൽ മീര എന്ന് പറയുന്ന അവൾ എൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളാണ്. പക്ഷേ അതേ സമയത്ത് എൻ്റെ കളിക്കൂട്ടുകാരിയായിട്ട് എന്നെ വളർന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രണ്ടാമതൊരു കളിക്കൂട്ടുകാരി അവൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ അവൾ തന്നെ കാർ ഓടിച്ച് മുഴുവൻ സ്ഥലത്തും കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ഒരു ആക്സസിബിലിറ്റി അവൾക്ക് കാറ് സ്വന്തമായിട്ടുണ്ടാകുകയും ഓടിച്ചുകൊണ്ട് പോകാനും ഭയങ്കര താല്പര്യമുള്ളതായിട്ട് വരികയൊക്കെ ചെയ്ത കാരണം കൊണ്ട് ദുബായും ഷാർജയും ഞാൻ ഒരുവിധം എല്ലാവരും കണ്ട പോലെ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ അവൾക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി. നല്ല ഒരു ജീവിതമായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വന്ന് അമ്മ യാത്ര ചെയ്യാൻ കഴിയാത്ത ആളായിട്ട് മാറുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു യാത്രയ്ക്ക് പോയിട്ടില്ല ഞങ്ങൾ. അതിന് മുമ്പ് ഞാൻ അമ്മയും കൊണ്ട് ഒരു യാത്ര പോയതെന്ന് പറഞ്ഞാൽ ഭാരത ദർശനം എന്ന് പറഞ്ഞിട്ട് ട്രെയിനുണ്ടായിരുന്നു. അതിൽ കയറി വടക്കേ ഇന്ത്യ മുഴുവനും, വടക്കേ ഇന്ത്യ മാത്രമല്ല തെക്കേ ഇന്ത്യയും നമ്മൾ ഏകദേശം പോണ്ടിച്ചേരി തൊട്ട് പുരി വരെ, പുരിയിൽ നിന്ന് നമ്മൾ എല്ലോറ വരെ പോയി ശരിക്കും പറഞ്ഞാൽ ക്രോസ് ചെയ്ത ഒരു യാത്രയായിരുന്നു. അത് ഇതുപോലെ 14 ദിവസം അമ്മയോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ക്യാമറ അന്ന് ഭക്തിയുള്ള കാലമായിരുന്നു. അവർ പോണ്ടിച്ചേരി പോയി നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യാത്ര ഇതുപോലെ അമ്മയോടൊത്ത് ചെയ്ത ഭയങ്കര ഒരു നല്ല അനുഭവമായിരുന്നു. 14 ദിവസമായപ്പോഴത്തേന് ആ ട്രെയിനകത്ത് ഉള്ള മുഴുവൻ, ആ കമ്പാർട്ട്മെൻറ്റിലുള്ള മുഴുവൻ പേരുമായിട്ട് ഞാൻ പരിചയത്തിലാണ്. അവരൊക്കെ ഇന്ന് എൻ്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ ഇടയ്ക്ക് വിളിക്കും. അമ്മയുടെ സുഹൃത്തുക്കളായിട്ട് മാറിയിട്ടുണ്ട്. അമ്മയുടെ സുഹൃത്തുക്കളായി മാറിയ ആൾക്കാർ കോഴിക്കോടൊക്കെ അവരുടെ വീട്ടിലൊക്കെ ഞാൻ രണ്ടാമത് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല അനുഭവമായിരുന്നു. അങ്ങനെ ആ യാത്രയും ഈ യാത്രകൾ കഴിഞ്ഞതിന് ശേഷം ലോങ് ട്രിപ്പിനുള്ള ആരോഗ്യമില്ലാതെ അമ്മ മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്നിട്ട് അവിടുത്തെ കൊല്ലത്തെ കടപ്പുറത്തൊക്കെ കൊണ്ടുപോവുക എന്ന് പറയുന്നതും അല്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത ബന്ധുക്കളെ കാണാനായിട്ടൊക്കെ പോവുക എന്ന് പറയുന്നതൊക്കെയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ അമ്മ ഇങ്ങനെ ഡിറ്റീറിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ ഭീതിയായിരുന്നു മറവി രോഗം പിടിക്കും. അമ്മയുടെ കസിന് വളരെ അടുത്ത കസിന് അമ്മയുടെ ഏറ്റവും വലിയ കൂട്ടുകാരിയായിട്ടിരുന്ന ഒരു ഞാൻ മാമി എന്ന് വിളിക്കുന്ന പട്ടത്തുവിള ദാമോദരൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയായിട്ട് പട്ടത്തുവിള കരുണാകരൻ്റെ ചേട്ടനാണ്. അദ്ദേഹം പട്ടത്തുവിള കരുണാകരൻ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ ഭാര്യ. അവർക്ക് മറവി രോഗം വന്ന് അമ്മ ഇങ്ങനെ പറയും, അതുപോലെ എനിക്ക് വരരുത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ മരിച്ചു പോകാനുള്ള സാധ്യത അമ്മയ്ക്ക് വളരെ കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പറയും, അമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന, അപ്പോൾ അമ്മയുടെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്നാൽ മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് വരുന്ന മരുന്ന്, ഹാർട്ടിനുള്ള മരുന്ന് ചേട്ടന്മാർ രണ്ടുപേരും തരും, അത് കഴിക്കാതിരുന്നാൽ മതി. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചാൽ പെട്ടെന്ന് മരിക്കാം,
അല്ലെങ്കിൽ അപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ ഭീതിയായിരുന്നു കിടന്നു പോയി മരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കിടന്നു പോയി മരിക്കുന്നതിന് ഇതാണ് നമുക്ക് ആകെ ഉള്ളത്. പിന്നെ ആകെ ഉള്ളത് യുത്തനേഷ്യ എന്ന് പറയുന്ന സ്വയം മരണം വരിക്കുക എന്ന് പറയുന്ന ഒരു പണിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ മരണത്തിനെ പറ്റി ഇങ്ങനെ വളരെ ഡിസ്കസ് ചെയ്യും. അപ്പം അമ്മയുടെ ഏറ്റവും വലിയ ഭീതിയായിരുന്നു കിടന്ന് മരിക്കരുതെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അമ്മ കിടന്ന് ഒരു 2-3 മാസം കിടന്നു. അങ്ങനെ അമ്മ വീണിട്ട് മുട്ട് ഒടിഞ്ഞു പോയി, മുട്ടിൻ്റെ അകത്ത് ഓടി. എന്നാൽ അമ്മ വീഴാതിരിക്കാൻ വേണ്ടി അമ്മ കൃഷി ചെയ്യുന്നതൊക്കെ ചേച്ചിയൊക്കെ പറഞ്ഞ് നിരോധിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് വീണതോ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഊണുമുറിയിലാണ്. അപ്പം നമ്മൾ വിചാരിച്ചിട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല, ആ വീഴ്ച ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ഈ ചെവിക്കകത്തെ ബാലൻസിങ് സാധനമൊക്കെ പോവും. നമ്മൾ ഈ പ്രായമാകുക എന്ന് പറഞ്ഞാൽ പിഞ്ചിയ തുണി പോലെ, പിഞ്ചിയ തുണിയാണ്. എത്ര നമ്മൾ വിചാരിച്ചാലും തമ്മിൽ ചേർക്കാൻ എത്ര വിചാരിച്ചാലും മരണം വരും. മരണം വരുന്നതല്ല, പ്രായമായി ഡിസബിലിറ്റി വരും, മോർബിഡിറ്റി വരും എന്നൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിതത്തിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം മരണം സ്വീകരിക്കാൻ പഠിക്കുക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അങ്ങനെ മാത്രമേ യഥാർത്ഥത്തിൽ അതിനെ മറികടക്കാൻ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് മറവി വരാതെയും കിടക്കാതെയും, മറവി വന്നില്ല, ഒരു പ്രശ്നമില്ലാതെ അവസാനം വരെ പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മറവികൾ ഉണ്ട് എന്നുള്ള, അല്ലാതെ കുട്ടിക്കാലമൊക്കെ വളരെ വ്യക്തതയോടെ ഓർമ്മയായിട്ട് തന്നെയായിരുന്നു. അവസാനം വരെ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഒരു കാലം എന്ന് പറയുന്നത് ഈ 2 മാസത്തോളം വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. ചേട്ടനും സഹോദരിയൊക്കെ വന്നു. അമ്മ മുട്ട് പൊട്ടി അത് ഹീൽ ചെയ്യാൻ 6 മാസം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അമ്മ തീരുമാനിക്കുന്നുണ്ട് മരിക്കാം. അമ്മ ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഭക്ഷണം ഇറക്കാതെ. ഞങ്ങൾ ഒരു ഹോം നേഴ്സിനെയൊക്കെ, വളരെ നല്ലൊരു ഹോം നേഴ്സിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്, എല്ലാം അറിഞ്ഞ് ചെയ്യുന്ന. അതുപോലെ തന്നെ അമ്മയുടെ കൂടെ അമ്മ എന്നെ വളർത്തി വലുതാക്കിയ അമ്മയുടെ കൂട്ടുകാരികളെ പോലെയുള്ള ജോലിക്കാരുണ്ടായിരുന്നു. അവരുമൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ അമ്മ ഇനി അമ്മയ്ക്ക് എണീറ്റ് നടക്കാൻ പറ്റത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരമ്മ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുന്നത് ഞാനത് അമ്മയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ട അമ്മ എന്ന് ഞാൻ പറയും. മറ്റുള്ളവരെല്ലാം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനത് പറയുമായിരുന്നു. ഇനി അമ്മ തിരിച്ചു വന്ന് ജീവിക്കാനില്ല എന്നുള്ള എൻ്റെ അറിവാണ്. മരണം സ്വീകരിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ള വേണ്ടത്. ഇന്ന് പണ്ടൊക്കെ ആണെന്നെങ്കിൽ ആശുപത്രി കൊണ്ടുപോയാൽ ഇനിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല, തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ബന്ധുക്കളെയൊക്കെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞ് വിട്ടിരുന്ന പ്രായമായവരെ മുഴുവനും ഇന്ന് ഈ വെന്റിലേറ്ററിലിട്ട് ഒരു കാര്യവുമില്ലാതെ പണം ചെലവഴിച്ച് മക്കൾക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തതുണ്ട്, യോജിപ്പില്ലാതെ മരണം സ്വീകരിക്കാൻ കഴിയാത്ത വീടുകളാണ് ഇന്ന് ഈ കേരളം മുഴുവനും. പ്രായമായവർ ഒരു ദിവസം കൂടെ എന്തിനാണ് ജീവിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞോടെ ആർക്കും പറഞ്ഞു. മരണം സ്വീകരിക്കാൻ പഠിക്കേണ്ടതാണ്, മരിക്കാനായിട്ട് നമ്മൾ തയ്യാറെടുക്കേണ്ടതാണ്. അതിന് പകരം അമ്മയും അച്ഛൻ്റെയും ജീവിതത്തിനകത്ത് നമുക്ക് തീരുമാനം അവരെ കൊന്നുകളയും, അവരുടെ സ്വത്തടിച്ചുകൊണ്ട് പോകുക എന്നൊക്കെ പറയുന്നതിലുള്ള ഒത്തിരി കഥകളുണ്ട്. യുത്തനേഷ്യയെ പറ്റി പറഞ്ഞു പോയാൽ ഉടനെ തന്നെ അവരെ കൊല്ലുന്ന കഥകളെ പറ്റിയാണ് എല്ലാവരും പറയാറ്. അത് ഏത് ലോകത്ത് ഏത് നിയമം ഉണ്ടാക്കിയാലും അതിനുവേണ്ടി ദുരുപയോഗത്തിനെ പറ്റി ചർച്ച ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സ്ത്രീകൾക്ക് രാത്രി നടക്കാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ഉടനെ വഴി തെറ്റുന്നതിനെ പറ്റിയുള്ള ചർച്ച ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇങ്ങനത്തെ ചർച്ചകൾ ചെയ്യുന്ന പോലാണ്. ഇതല്ല, ഏത് നിയമവും അതിൻ്റെ കുഴപ്പത്തിനെ പറ്റി മനുഷ്യർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ അത് ലക്ഷക്കണക്കിന് മനുഷ്യർ പേർക്ക് ജീവിതം സ്വാതന്ത്ര്യം ഉണ്ടാക്കി തരുന്നതും വളരെ കുറച്ച് പേരുടെ ജീവിതത്തിന് അത് ദുരിതം ഉണ്ടാക്കുന്നതായിട്ട് ഏത് നിയമവും അങ്ങനെയുള്ളൂ. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മരണം സ്വീകരിക്കാൻ കേരളത്തിലെ പ്രായമായവർ പഠിക്കേണ്ടതാണ്. ഇന്ന് അവരുടെ അവസാന കാലങ്ങളിൽ ഒരു 3 മാസമൊക്കെ ആശുപത്രി കിടന്ന് മരിക്കുന്നവരാണ്. ഒരാവശ്യമില്ല, ഒരാഴ്ച കിടന്ന് പട്ടിണി കിടന്നുമൊക്കെ മരിക്കാവുന്നവരാണ്, വിഷമൊക്കെ കഴിച്ച് മരിക്കാവുന്നവരാണ്. ഒരു കുഴപ്പമില്ല. മരണം നമുക്ക് വരും. അത് ഈ മെഡിക്കൽ ഇൻഡസ്ട്രിക്ക് ലക്ഷക്കണക്കിന് ഇന്ന് പ്രായമായവർ അവരുടെ പെൻഷൻ ഉണ്ടെങ്കിൽ ആ പെൻഷൻ മുഴുവൻ തീർത്ത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ തീർത്ത്, മക്കളുടെ പ്രൊവിഡൻറ്റ് ഫണ്ടും തീർത്തിട്ട് ആശുപത്രിക്കാർക്ക് മാത്രം പ്രയോജനകരമായി മരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യേണ്ട ഒരാവശ്യം സത്യത്തിലില്ല. മരിക്കുന്നവരാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞ്, ജീവിക്കുന്നത് മക്കളിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടവരാണ്. എൻ്റെ അമ്മ മരിക്കുന്നതിന് സഹായിക്കാനായിട്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാതെ മരിച്ചോ എന്ന് പറഞ്ഞിട്ട് ആശുപത്രി ഇനിയും പോകണ്ട,
അങ്ങനെ ആ അമ്മ വീട്ടിൽ തന്നെ കിടന്നാണ് ബാക്കിയുള്ളവരെല്ലാം കണ്ട് മക്കളെയൊക്കെ കണ്ടു മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മരിക്കേണ്ടത്. അങ്ങനെ അമ്മയെ മരിക്കാൻ സഹായിച്ച ഒരാളായിട്ടും കൂടെ എന്നെ മനസ്സിലാക്കേണ്ടത്.